Hi, welcome back to our channel. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞാണ് 2022 ലാസ്റ്റ്, അതായത് ന്യൂ ഇയർ സമ്മാനം പോലെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പോലെ കേരള PSC പുതിയ നോട്ടിഫിക്കേഷൻസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2023 എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ഇയർ ആണ്. ഇപ്പൊ നിലവിൽ ഒരുപാട് എക്സാംസ് PSC വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളുക. പഠിച്ചുകൊണ്ടിരിക്കുന്നവർ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ സർവേയറിനും ഓവർസിയറിനും വേണ്ടിയിട്ട് ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ കമന്റ് ബോക്സിലൊക്കെ ഗൂഗിൾ ഫോം കൊടുക്കാം, അത് ഫില്ല് ചെയ്യുക. ഓക്കെ, നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഓരോന്നും നോക്കാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്, അതായത് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ AE പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന്റെ കാറ്റഗറി നമ്പർ 660/2022 ആണ്. വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്, അതായത് പ്രതീക്ഷിത ഒഴിവുകളാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് ഇപ്പൊ നിലവിൽ എന്തുണ്ട്, നമ്മുടെ ലിസ്റ്റ് നിലവിലുണ്ട്. ഓക്കെ, ദെൻ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 55,200 to 1,15,300 ആണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് February 1 ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിടെക് ഗ്രാജുവേറ്റ്സിന് ഇത് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നമുക്ക് ഇതിന്റെ തന്നെ 661/2022 ആണ് കാറ്റഗറി നമ്പർ. അത് ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ തന്നെ PWDയിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ നോക്കാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ഇറിഗേഷൻ, കാറ്റഗറി നമ്പർ 662/2022 ആണ്. ഇതിന്റെ വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. സാലറി സ്കെയിൽ 55,200 to 1,15,300 ആണ്. ലാസ്റ്റ് ഡേറ്റ് February 1. നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ Gr.II ഡെമോൺസ്ട്രേറ്റർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലേക്കാണ്. ഇത് നല്ലൊരു പോസ്റ്റ് ആണ്. കാറ്റഗറി നമ്പർ 681/2022 ആണ്. വേക്കൻസീസ് 36 വേക്കൻസി ആണ്. അപ്പൊ നല്ലൊരു വേക്കൻസി ആണുള്ളത്. അപ്പൊ നന്നായി പഠിക്കുക. ദെൻ സാലറി സ്കെയിലും നമുക്ക് AEയോടോ അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രേഡിനോടോ അടുത്തേക്കുന്ന ഒരു സാലറി സ്കെയിൽ ആണെന്ന് നമുക്ക് പറയാം. 41,300 to 87,000 ആണ് സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് February 1 ആണ്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണ്. അപ്പൊ ബിടെക് ഹയർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സർവേയർ ഗ്രേഡ് 2. സർവേയർ ഗ്രേഡ് 2 സർവേ ആൻഡ് ലാൻഡ് റിപ്പോർട്ട്സിലേക്കാണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ 692/2022. വേക്കൻസി 65 വേക്കൻസീസ് ആണ് ഈ പോസ്റ്റിനുള്ളത്. സാലറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ 31,100 to 66,800 ആണ്. ലാസ്റ്റ് ഡേറ്റ് February 1 ആണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SLC plus ITA സർവേയർ ആണ്. KGT ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ സർവേയർ ഗ്രേഡ് 2 692/2022. ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, February 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ഗ്രേഡ് ഓവർസിയർ അല്ലെങ്കിൽ ട്രേസർ, അതായത് PWD ഇറിഗേഷനിലെ തേർഡ് ഗ്രേഡ് ഓവർസിയറിന്റെ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 696/2022 ആണ്. വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. ഇത് നല്ലൊരു പോസ്റ്റ് ആണ്. അത് നന്നായി പഠിക്കുക. സാലറി സ്കെയിൽ 26,500 to 60,700 ആണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് February 1 ആണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് SLC plus ITA ആണ്. ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഹയർ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കുക. വീണ്ടും ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു.